സ്റ്റാറ്റസ് വെക്കുക, എത്ര ആൾ കണ്ടു നോക്കുക. സ്റ്റാറ്റസ് വെക്കുക, എത്ര ആൾ കണ്ടു നോക്കുക. സഹോദരങ്ങളെ, മനോരോഗമാണത്. ഈ സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരാള് ഒരു ദിവസം 4 or 5 സെൽഫി, എന്തെങ്കിലും ഒരു ദിവസം എടുക്കുന്നതിനെ കുറിച്ചല്ല, മിക്കവാറും ദിവസങ്ങളിലും ഒരാൾ 4 or 5 സെൽഫി എടുക്കുന്നവരാണെങ്കിൽ അതൊരു തരം മനോരോഗത്തിന്റെ ലക്ഷണമാണ്. നാർസിസിസ്റ്റിക് ടെൻഡൻസി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അത് മനോരോഗമാണ്. അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും, പണി പാളാൻ സാധ്യതയുണ്ട്. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടികളുടെ ഒരു പരിപാടി ഉണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ കാണും? സോഷ്യൽ മീഡിയ ഞാൻ തുറന്നു പറയാന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ വേറെ കാര്യം കൂടി തുറന്നു പറയാം. സോഷ്യൽ മീഡിയയിൽ കുറെ കപ്പിൾ വ്ളോഗേഴ്സിനെ നിങ്ങൾ കാണും. ഞാൻ അവരെ കുറ്റം പറയല്ല. അതിന്റെ ദീനിന്റെ ഹുക്കുമുകളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചവർ മനസ്സിലായിക്കോട്ടെ. ഒരാണിനും പെണ്ണിനും പബ്ലിക്കിൽ മീഡിയന്റെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടുണ്ടോ? അത് ഹലാലാണോ? അത് ഹറാമോ? പണ്ഡിതന്മാരത് പറഞ്ഞു തരും. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഹലാലല്ല. അല്ല പറഞ്ഞാൽ പേടിക്കണ്ട. അതിപ്പോ ചിന്തിക്കേണ്ട വിഷയമാണത്. നമുക്ക് ആധുനിക കാലല്ലേ, അതല്ല, അതിലൊന്നും കാര്യമില്ല മക്കൾ. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യണത്? അല്ല പറഞ്ഞ് കേൾക്കാൻ കഴിയൂലെങ്കിൽ അള്ളാന്റെ ഇഷ്ടക്കാർക്ക്, അല്ല പറഞ്ഞത് കേട്ടവർക്ക് കൊടുക്കുന്ന സ്വർഗം ചോദിക്കരുത്. അവിടെ ഒരു മാന്യത കാണിച്ചാൽ മതി. ഏതോ ഉസ്താദ് വന്നിട്ട് സ്വർഗം തന്നെ ഓർക്കുമ്പോൾ ഉണ്ടാക്കണം. കാരണം എനിക്ക് അതിൽ കിട്ടില്ല എന്ന് ഉറപ്പ്. അവിടെ ഉൾപ്പില്ലാതെ അഹമയും പറയരുത്. സ്റ്റാറ്റസ് വെക്കുക, എത്ര ആൾ കണ്ടു നോക്കുക. സ്റ്റാറ്റസ് വെക്കുക, എത്ര ആൾ കണ്ടു നോക്കുക. സഹോദരങ്ങളെ, മനോരോഗമാണത്. ഈ സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരാള് ഒരു ദിവസം 4 or 5 സെൽഫി, എന്തെങ്കിലും ഒരു ദിവസം എടുക്കുന്നതിനെ കുറിച്ചല്ല, മിക്കവാറും ദിവസങ്ങളിലും ഒരാൾ 4 or 5 സെൽഫി എടുക്കുന്നവരാണെങ്കിൽ അതൊരു തരം മനോരോഗത്തിന്റെ ലക്ഷണമാണ്. നാർസിസിസ്റ്റിക് ടെൻഡൻസി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അത് മനോരോഗമാണ്. അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും, പണി പാളാൻ സാധ്യതയുണ്ട്. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടികളുടെ ഒരു പരിപാടി ഉണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ കാണും? സോഷ്യൽ മീഡിയ ഞാൻ തുറന്നു പറയാന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ വേറെ കാര്യം കൂടി തുറന്നു പറയാം. സോഷ്യൽ മീഡിയയിൽ കുറെ കപ്പിൾ വ്ളോഗേഴ്സിനെ നിങ്ങൾ കാണും. ഞാൻ അവരെ കുറ്റം പറയല്ല. അതിന്റെ ദീനിന്റെ ഹുക്കുമുകളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചവർ മനസ്സിലായിക്കോട്ടെ. ഒരാണിനും പെണ്ണിനും പബ്ലിക്കിൽ മീഡിയന്റെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടുണ്ടോ? അത് ഹലാലാണോ? അത് ഹറാമോ? പണ്ഡിതന്മാരത് പറഞ്ഞു തരും. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഹലാലല്ല. അല്ല പറഞ്ഞാൽ പേടിക്കണ്ട. അതിപ്പോ ചിന്തിക്കേണ്ട വിഷയമാണത്. നമുക്ക് ആധുനിക കാലല്ലേ, അതല്ല, അതിലൊന്നും കാര്യമില്ല മക്കൾ. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യണത്? അല്ല പറഞ്ഞ് കേൾക്കാൻ കഴിയൂലെങ്കിൽ അള്ളാന്റെ ഇഷ്ടക്കാർക്ക്, അല്ല പറഞ്ഞത് കേട്ടവർക്ക് കൊടുക്കുന്ന സ്വർഗം ചോദിക്കരുത്. അവിടെ ഒരു മാന്യത കാണിച്ചാൽ മതി. ഏതോ ഉസ്താദ് വന്നിട്ട് സ്വർഗം തന്നെ ഓർക്കുമ്പോൾ ഉണ്ടാക്കണം. കാരണം എനിക്ക് അതിൽ കിട്ടില്ല എന്ന് ഉറപ്പ്. അവിടെ ഉൾപ്പില്ലാതെ അഹമയും പറയരുത്.